ഞങ്ങളൊരു യാത്ര പോവുകയാണ് അബുദാബിയിലേക്ക് ഐദിൻ്റെ വാപ്പിപ്പിയെ കാണാൻ, അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ കുടുംബത്തെയും കാണാൻ. ഞങ്ങളുടെ ഈ യാത്ര ഷാർജയിൽ നിന്നാണ് തുടങ്ങുന്നത്. യാത്രയിലെ വിവരങ്ങളും വിശേഷങ്ങളും കണ്ടുവരാം. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ജീവിതത്തിൻ്റെ തിരക്കിലും സമ്മർദ്ദത്തിലും മറഞ്ഞുപോയ ചെറിയ സന്തോഷങ്ങളെ തിരികെ പിടിക്കാൻ ഞങ്ങൾ അബുദാബിയിലേക്ക് ഒരു യാത്ര തിരിച്ചു. ഇക്കായെ കാണാനും നാട്ടിൽ നിന്ന് വിസിറ്റിനായി വന്ന ചേട്ടത്തി, പിന്നെ ഐദിൻ്റെ പ്രിയപ്പെട്ട ലുക്മാൻ, ഇവരോടൊപ്പം 2 ദിവസം ചിലവഴിക്കാനും. ഹൃദയം കാത്തിരുന്ന ഒരു നിമിഷം പോലെ ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള ഡബിൾ ഡെക്കർ ബസ് യാത്ര. അപ്പർ ഡെക്കിൽ കുറച്ചു യാത്രക്കാരുമായുള്ള യാത്ര. വിൻഡോയ്ക്കപ്പുറത്ത് തുറന്ന ലോകം പോലെ ഒഴുകിപ്പോകുന്ന കാഴ്ചകളെ എല്ലാം കണ്ടുകൊണ്ട് ഐദിൻ വിൻഡോ സീറ്റിൽ ഇരുന്ന് ഐദിൻ കാണുന്ന ആ കാഴ്ചകളെല്ലാം പുതിയതായിരുന്നു. ദുബായ്ക്ക് അടുത്തെത്തുമ്പോൾ സൂര്യൻ സ്വർണ്ണമണിഞ്ഞ പ്രകാശത്തിൽ നഗരത്തെ തഴുകി നിൽക്കുന്ന നിമിഷം. കടൽപ്പരപ്പിലേക്ക് നോക്കുമ്പോൾ മന്ദഗതിയിൽ നീങ്ങുന്ന ക്രൂയിസ് കപ്പലുകളും യാട്ടുകളും. അതിൻ്റെ നടുവിൽ മഹത്തായ ക്വീൻ എലിസബത്ത് പോലെ ഭംഗിയായ ഒരു കപ്പൽ. ആ കാഴ്ച യാത്രയുടെ ഭാഗമല്ല, മറിച്ച് ഒരു സിനിമയുടെ ഫ്രെയിം പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ആ മനോഹരമായ സൺസെറ്റ് കണ്ടുകൊണ്ട് ഞങ്ങൾ ദുബായ് അൽ ഗുബൈബ ബസ് സ്റ്റേഷനിലെത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങി അല്പം മുന്നോട്ട് നടന്നു. ശാന്തവും വൃത്തിയും നിറഞ്ഞ അന്തരീക്ഷം. ചുറ്റും ചെറിയ ഷോപ്പുകളും കിയോസ്കുകളും എല്ലാം തന്നെയായി വെയിറ്റിംഗ് ഏരിയ വളരെ സുതാര്യമായി ക്രമീകരിച്ചിരിക്കുന്നു. വെയിറ്റിംഗ് ഏരിയയിൽ 1.5 മണിക്കൂറത്തെ ലേ ഓവർ. അടുത്ത യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് റീചാർജ് ചെയ്യാനായി ഞാനും ഐദിനും പുറത്തുപോയി. പെട്ടെന്ന് അൻസിയുടെ കോൾ കണ്ട് തിരിച്ചു വന്ന സമയത്ത് കൂപ്പൺ മേടിച്ച് അടുത്ത യാത്രയ്ക്കായി അൻസി മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഒരു കൂപ്പൺ മാത്രം ലഭിച്ചതിനാൽ എനിക്കും ഐദിനും അതിനോട് ചേരാൻ പറ്റിയില്ല. ഉടൻ തന്നെ അവിടെ കണ്ട സ്റ്റാഫിനോട് കാര്യം ബോധിപ്പിച്ചു. ഒരു കൂപ്പൺ മേടിച്ചു. അവരോടൊപ്പം യാത്രയ്ക്ക് ഞങ്ങളും റെഡിയായി. അങ്ങനെ ഞങ്ങളുടെ ബസ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അബുദാബിയിലേക്ക് യാത്ര. ഏകദേശം 2.5 മണിക്കൂറാണ് ഈ ഒരു യാത്രയ്ക്ക് ദൈർഘ്യം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അബുദാബിയിലെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ അബുദാബിയിലെത്തി. ഇനി അബുദാബിയെക്കുറിച്ച് പറയാം. ഇവിടെ കാൽവെച്ച നിമിഷം തന്നെ നമുക്ക് തോന്നും ഈ നഗരം ആഡംബരത്തെ ഒരു കലാരൂപമായി മാറ്റിയിരിക്കുന്നു. ഷാർജ കൂടുതൽ ശാന്തവും പഴയകാലത്തെ ലാളിത്യവും ഇപ്പോഴും ഉണ്ടെങ്കിൽ അബുദാബിക്ക് സ്വന്തം രാജകീയമായ ഒരു പ്രൗഢി തന്നെയുണ്ട്. പുതുമയുടെയും ആഡംബരത്തിൻ്റെയും ഗന്ധം വായുവിലെവിടെയും അലിഞ്ഞിരിക്കുന്നു. ഓരോ വഴിയിലും നമുക്ക് കാണാൻ കഴിയും. എല്ലാം പെർഫെക്റ്റാണ്. വൈകുന്നേരം എവിടെ പോകണം എന്ന ആശയക്കുഴപ്പത്തിനിടയിൽ ഒന്നിച്ചെടുത്തൊരു തീരുമാനം. എന്നാൽ അബുദാബി ബീച്ചിലേക്ക് പോകാം. ആ തീരുമാനം ലേറ്റർ റിയലൈസ്ഡ് ടു ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ പുതുതായി തുറന്ന അബുദാബി നൈറ്റ് ബീച്ചിലേക്ക് എത്തി. ബീച്ചിലെത്തിയ നിമിഷം കണ്ട സൺസെറ്റ്, ഓറഞ്ചും പിങ്ക് കലർന്ന ആകാശം. എത്തിയപാടെ എല്ലാവരും എക്സൈറ്റ്മെൻറ്റിന് കീഴടങ്ങി. പിന്നെ 3-4 മണിക്കൂർ വെള്ളത്തിൽ തന്നെ കളിച്ചും നീന്തിയും. നല്ല ചൂടുള്ള ഇതിവിടെ അടുത്ത ദിവസം വൈകുന്നേരം ഞങ്ങൾ പോയത് അൽ എമറാത്ത് പാർക്കിലേക്ക്. വലിയൊരു ഗ്രൗണ്ടും ദൂരക്കാഴ്ചയുള്ളൊരു വാച്ച് ടവറും ഔഷധ സസ്യങ്ങളും എല്ലാം കൂടി ഒരുമിച്ചേർന്ന ഒരു പ്രകൃതിശാന്തമായ അന്തരീക്ഷം.
ഈ യാത്രയിൽ ചില പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സമയം മതിയായില്ല. അടുത്ത തവണ തീർച്ചയായും കാണും എന്ന് ഹൃദയത്തിൽ എഴുതി വെച്ച ഒരു വാഗ്ദാനം. അങ്ങനെ ഞങ്ങളുടെ അബുദാബിയുടെ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ജീവിതം സമ്മാനിക്കുന്ന ഏറ്റവും വിലയേറിയ നിമിഷങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളും അതിൽ നിന്നുണ്ടാകുന്ന ഓർമ്മകളുമാണ്. കുടുംബം കൂടെയുണ്ടെങ്കിൽ ഓരോ യാത്രയും ഓരോ പുതിയ അനുഭവങ്ങൾ തന്നെയാണ്. മറ്റൊരു യാത്രാവിശേഷമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.